പാലായിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടുള്ള ഷോൺ ജോർജ് ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തിരക്കിലാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയപ്രതീക്ഷ ഉണ്ടാകും. ആ ജയപ്രതീക്ഷ ഇല്ലാതെ സ്ഥാനാർത്ഥികൾ അവസാനം വരെ ഓടിക്കുന്നത്. അതെ, അതില്ലാതെ പറ്റില്ല. പക്ഷേ ഇത്ര സീറ്റ്, ഇത്ര നമ്പർ വോട്ട് കിട്ടും, ഇത്ര ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ പാലായിൽ ആദ്യമായി പറയുന്നത് ഒരുപക്ഷെ NDA ആണ് തോന്നുന്നു. നമ്മൾ കൃത്യമായ നമ്പറൊക്കെ ഉണ്ടെന്ന്. ഈ ഓടുന്നതിൽ ഏറ്റവും ആത്മവിശ്വാസമുള്ള എനിക്കായതുകൊണ്ടാ ചോദിക്കുന്നത്. ആദ്യം ചോദിക്കാനുള്ളത് ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ എന്താണ്? ഈ നമ്പർ, ഈ കണക്കിന് ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ രണ്ട് കാര്യമുള്ളൂ. ഒന്ന് എന്റെ പാർട്ടിയാണ്, രണ്ട് പാലായിലെ ജനങ്ങളാണ്. ഇത് രണ്ടുപേരെയും എനിക്ക് വിശ്വാസമാണ്, അവർക്ക് എന്നെയും. ഷോൺ ജോർജ് പാലാ MLA ആയാൽ പാലായിലെ ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന പോലെ ജനങ്ങൾ നിലകൊള്ളും. അപ്പൊ ഈ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചന്റെ മകൻ PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഔട്ട് സ്പോക്കൺ എന്ന് തുറന്നു പറയുന്ന ഒരു നേതാവാണ്. മകൻ വന്നപ്പോഴത്തേക്ക് മകനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് കുറച്ചുകൂടെ പക്വതയുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. ആ സീസൺഡ് പൊളിറ്റീഷ്യൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് 2-3 വർഷമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ കാടടച്ചുള്ള പ്രചരണമാണോ, വീടാന്തരം കയറി ഉള്ള ഒരു പ്രചരണമാണോ? എനിക്ക് ഇച്ചിരി പ്രാന്തുള്ള ഒരു മനുഷ്യനാണ്, രാഷ്ട്രീയ പ്രാന്തുള്ള മനുഷ്യനാണ് ഞാൻ. ചുമ്മാ പറയുന്നല്ല. കാരണം എനിക്ക് ഇലക്ഷൻ സമയത്ത് പരമാവധി ആളുകളെ കാണണം. നമ്മൾ ഈ വണ്ടിയിൽ കൈപൊക്കി, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും കൈപൊക്കി കാണിച്ച് പോകേണ്ടി വരും. അത് ഇതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എനിക്ക് ആളുകളെ കാണുന്നതാണ് ഇഷ്ടം. എനിക്ക് ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കണം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെല്ലാം എന്നെ വഴക്കുണ്ടാക്കി, ഞാൻ ഓടും. എന്നെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകളെ വ്യക്തിപരമായി കാണണമെന്നുള്ള ആഗ്രഹമാണ് കൂടുതൽ. അതാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം ഇടുന്നത് ഈ പാർട്ടിയാണ്. എങ്കിലും എൻ്റെ ആഗ്രഹം ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, പരമാവധി മനുഷ്യരെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് എനിക്ക് എൻ്റെ ഒരു ഇത്. ആരാണ് മുഖ്യ എതിരാളി? ജോസ് കെ മാണി, മണിസിക്കാത്ത? എനിക്ക് ആരെയും എതിരാളിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയും ഭേദം UDF ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ചോദിച്ച ചോദ്യത്തിന് ഒരു ഔട്ട് സ്പോക്കൺ മറുപടി പറഞ്ഞില്ല. അതിനകത്ത് PC ജോർജ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞാൽ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചന്റെ മകനാണ്, കർഷകനായ ചാക്കോച്ചന്റെ മകനാണ്. ഷോൺ ജോർജ് രാഷ്ട്രീയക്കാരനായ PC ജോർജിന്റെ മകനാണ്. അപ്പൊ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കണ്ടും കേട്ടും വളരുന്നത് പൊളിറ്റിക്സ് ആണ്. അതിന്റെയൊക്കെ ഏറ്റവും ഉണ്ടായിട്ടുണ്ട്. എല്ലാ അധികാരത്തിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്, ഒന്നുമല്ലാതിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഈ ഏറ്റക്കുറച്ചുകൾ എന്നെ ജീവിതത്തിൽ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ തല്ലി പഠിപ്പിച്ചെടുത്തതാ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഷോണേ. നമുക്ക് ചോദിച്ചങ്ങ് പോവാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.